ഇത് നമ്മുടെ ഫേസ് വാഷ് പൗഡർ ആണ് കേട്ടോ. ഇതിന് ഇനി ലേബലും കൂടി ഒട്ടിച്ച് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് ഇന്ന് ഒത്തിരി കൊറിയർ വിടാനുണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റു. അപ്പൊ ഇതെല്ലാം നമുക്ക് ലേബൽ ഒട്ടിച്ച് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് കൊറിയർ എല്ലാം പാക്ക് ചെയ്ത് വിടാൻ. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം കുറച്ച് ജോലികളും കാര്യങ്ങളും ഒക്കെ. എന്നാൽ ഇന്ന് ഞാൻ ഒത്തിരി ജോലികൾ പ്ലാൻ ചെയ്തിട്ടുള്ള ദിവസം അല്ല കേട്ടോ. അത്യാവശ്യം ഒരു റിലാക്സിംഗ് ഡേ പോലെ ആണ്. ഇന്നലെ വൈകുന്നേരം ഭയങ്കര മഴയായിരുന്നു. രാത്രി ഉണ്ടായിരുന്നു മഴ. അങ്ങനെ ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അച്ഛമ്മച്ച് രാവിലെ പോയിട്ടോ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് മുറ്റത്ത് ഇറങ്ങിയപ്പോഴാണ് ഇന്നലെ ഭീകരമായ ഒരുമാതിരി ഇടവപ്പാതി പോലെയുള്ള മഴയായിരുന്നു കേട്ടോ. അതിന്റെ അവശിഷ്ടങ്ങളെല്ലാം കൂടി കാറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. മുറ്റം കിടക്കുന്ന കണ്ടിട്ട് ഞാൻ ഷോക്കിൽ പോയിട്ടോ. എന്റെ ദൈവം, ഇനി എന്റെ എന്തോ എനർജി സമയം കളഞ്ഞാൽ ആ മുറ്റം മുഴുവൻ ഒന്ന് അടിച്ചു വൃത്തിയാക്കാന്ന്. ഭയങ്കര കാറ്റടിച്ചിട്ട് മുഴുവൻ എല്ലാം വീട് കിടക്കുവാണ് കേട്ടോ. എന്റെ ദൈവം ഒന്നും പറയണ്ട. അപ്പൊ ഇനിയിപ്പോ മുറ്റം ഒന്ന് വിശദമായിട്ട് അടിക്കണം. പിന്നെ ഞാൻ കയറി വന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. നമ്മുടെ ബ്യൂട്ടി ഓയിലൊക്കെ കുറെ ലേബൽ ഒട്ടിക്കാനും അങ്ങനെയൊക്കെ ബോഡി മോയ്സ്ചറിന്റെ ആണെങ്കിലും സ്ലിപ്പ് ഒട്ടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെല്ലാം ഞാൻ കുറെ ചെയ്തു വെച്ചു. അതിനുശേഷം അതാ കുറച്ച് രാവിലെ ഞാൻ അശ്വമിച്ചിന്റെ ബ്രെഡ് മരിച്ചായിരുന്നു. അപ്പൊ അത് 1-2 കഷ്ണം തിന്നോണ്ട് ആ ഒരു ബലത്തിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് ശരിക്കും വെച്ചെന്ന് തുടങ്ങി. ഇനി നമുക്കൊരു മില്ലറ്റ് ദോശ ഉണ്ടാക്കി കഴിക്കണം. ചട്നി ഇന്നലെ ഉണ്ടാക്കിയതുണ്ട്. ഇന്നലെ എന്റെ അപ്പച്ചനും അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു, മിനിയാന്ന് കേട്ടോ. ഇന്നലെ അവര് പോയി. അപ്പൊ ആ വിശേഷങ്ങൾ ഞാൻ പറയാൻ കാണിച്ചു തരാം. അപ്പൊ അങ്ങനെ അന്നേരം ഉണ്ടാക്കിയ ചട്നിയൊക്കെ ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ അത് കൊണ്ട് വേഗം ഒരു മില്ലറ്റ് ദോശ ഉണ്ടാക്കി കഴിക്കാമെന്ന് ഞാൻ ഓർക്കും. പിന്നെ നമുക്ക് സ്രാവ് മീൻ കറി വെച്ചത് ഇരിപ്പുണ്ട്, പിന്നെ ചോറല്ലേ ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനത്തെ ജോലികളൊന്നും ഇന്ന് എനിക്കില്ല. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മില്ലറ്റ് ദോശ ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് നേരെ മുറ്റടിക്കാൻ പോകണം. അതിനു മുമ്പ് ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം. നമ്മൾ നോക്കി ഇരുന്നൊരു സാധനമുണ്ട്. ഞാൻ അടക്കം നോക്കി ഇരുന്നൊരു സാധനമുണ്ട്. നമ്മൾ വെള്ളം അബ്സോർവ് ചെയ്യുന്ന മൈക്രോ ഫൈബറിന്റെ സെയിലുണ്ടല്ലോ. അപ്പൊ അതിന്റെ ലെന്ത് ഉള്ളത് എല്ലാവരും നോക്കിയിരിക്കുമായിരുന്നു. ആദ്യം മേടിച്ച് കുറച്ച് പേരൊക്കെ കിട്ടിയിട്ടുണ്ടുള്ളൂ. ഒരു 250 എണ്ണമൊക്കെ നമുക്ക് ആദ്യം കിട്ടി. അതെല്ലാം സെയിലായി പോയിട്ടുണ്ടായിരുന്നു. 2-3 എണ്ണമൊക്കെ ഞാൻ എടുത്തു വെച്ചായിരുന്നു. അതിന്റെ ഇപ്പൊ ഒരു 100 പീസോളം വന്നിട്ടുണ്ട് കേട്ടോ. അത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. അപ്പൊ ആദ്യത്തെ ഒരു 100 പേർക്ക് തരാം. 1-2 എണ്ണം ഞാൻ എടുത്തു. ഞാൻ കാണിച്ചു തരാം. മൈക്രോ ഫൈബർ എന്തോ ഒരു പ്രയോജനമുള്ളതെന്നറിയോ. നമ്മൾ കിച്ചണിലും ബാത്റൂമിന്റെ മുമ്പിലും ഒക്കെ, അല്ലെങ്കിൽ കിച്ചണിൽ എസ്പെഷ്യലി ആദ്യത്തെ കിച്ചണിലൊക്കെ നമ്മൾ പാത്രമൊക്കെ കഴുകുന്നതിന്റെ അടുത്ത് ഇതിങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ എന്ത് പോലെ വെള്ളം അബ്സോർവ് ആകുമെന്നറിയോ. എല്ലാവരും നോക്കിയിരിക്കുന്ന സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്റെ ബാത്റൂമിന്റെ മുമ്പിലാണെങ്കിലും എല്ലാ റൂമുകളുടെ മുമ്പിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും ഒക്കെ ഇട്ടിരിക്കുന്ന ഒന്നാണ് കേട്ടോ മൈക്രോ ഫൈബർ എന്ന് പറയുന്നത്. വെള്ളം എല്ലാം അബ്സോർവ് ആയിക്കോളും. പിന്നെ നല്ല കാണാനും നല്ല ഭംഗിയാണ്, നല്ല വൃത്തിയാണ്. ഇത് കണ്ടോ, നമ്മുടെ ഈ ഒരു വാഷ് ബേസിന്റെ ആ ഒരു സൈഡിലേക്ക് ഇതുപോലെ ലെന്ത് ഉള്ള മൈക്രോ ഫൈബർ ഇപ്പൊ വന്നിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു 1 മീറ്റർ 1.5 മീറ്ററോളം നീളമുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് വെള്ളം അബ്സോർവ് ആകും കേട്ടോ. ഫുള്ളായിട്ട് വെള്ളം അബ്സോർവ് ആകും. കണ്ടോ കൂട്ടരെ, എന്ത് ഭംഗിയായിട്ട്. ഇതിന്റെ ഡിഫറെന്റ് കളറുകളാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് എത്ര വെള്ളം അവിടെ ആയിട്ടുണ്ടെങ്കിലും സൂപ്പറായിട്ട് അബ്സോർവ് ആവും. നമുക്കിങ്ങനെ ചെളി ചവിട്ടിയാലും വെള്ളം ചവിട്ടി നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ വൃത്തികേടാവോ ഇല്ല കേട്ടോ. അങ്ങനെയാണ്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം അതിലേക്ക്. അപ്പൊ അത് അബ്സോർവ് ആവുന്ന നിങ്ങൾ കണ്ടോട്ടോ. ഞാൻ കുറച്ച് ഈ മഞ്ഞ കളറിൽ ഒഴിക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാവേ. അത് കണ്ടോ, അബ്സോർവ് ആവുന്നുണ്ടോ? കണ്ടോ, കുറച്ച് വെള്ളം ഒഴിക്കാവേ. കണ്ടോ, അത് അബ്സോർവ് ആയി പോകുന്നുണ്ടോ? ഇതേപോലെ അത് ഫുൾ അബ്സോർവ് ആവേ. അങ്ങനെയാണ്. ഈ പിങ്കിയിൽ ഒഴിക്കാം. എന്താ, എത്ര വെള്ളം വീണാലും അത് ഫുൾ അബ്സോർവ് ആകും. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് ഒന്ന് നോക്കാം കേട്ടോ. സാധാരണ നമ്മൾ എന്താ, ഒരു ചവിട്ടിയിൽ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഫ്ലോറയിലേക്ക് ആവില്ലേ. ഇത് കണ്ടോ, ഫ്ലോർ പോയിട്ട് ഈ ഒരു ബാക്ക് സൈഡ് പോലും ഇത് നനയത്തില്ല. അത് ഫുൾ അതേൽ അബ്സോർവ് ആയതുകൊണ്ടോ. അതാണ് ഞാൻ പറയുന്നത്, ഇത് അത്രേ പ്രയോജനമുള്ളതാണ്. എത്ര വെള്ളം വീണാലും ഇതിങ്ങനെ ഇതേൽ അബ്സോർവ് ആയിട്ടിരിക്കും. അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഒന്നിക്ക് പുറത്ത് കൊണ്ടിട്ടോണം, അല്ലെങ്കിൽ ഇതിൽ തന്നെ ബാഷ്പീകരിച്ചത് പോകും കുറച്ച് കഴിയുമ്പോൾ. അതാണ് ഇതിന്റെ ഒരു ഗുണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് അത്രേ നല്ലതാണ്. ഇപ്പൊ കണ്ടില്ലേ കൂട്ടുകാരെ, അത് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുൾ അങ്ങ് അബ്സോർവ് ആവേ. അതുകൊണ്ട് ബാത്റൂമിന്റെ മുമ്പിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പൊ എന്തായാലും ആവശ്യമുള്ളവർ പെട്ടെന്ന് മേടിച്ചോളൂ കേട്ടോ. ഞാൻ എത്രയോ നാളുകളായിട്ട് ഇതൊരു 10 വർഷം വരെ ഇതിനൊരു കുഴപ്പവും വരത്തില്ല എന്ന് ഞാൻ ഉറപ്പ് പറയാം. കാരണം അങ്ങനെ പറയാൻ കാരണം ഇവിടെ ഞാൻ ഒരാഴ്ചയിൽ ഒരു വട്ടം വെച്ച് എല്ലാം എടുത്തിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് അലക്കുന്നത്. നമ്മുടെ തുണി അലക്കുന്ന വാഷിംഗ് മെഷീനല്ല, എനിക്ക് വേറെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് ചവിട്ടിയൊക്കെ അലക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനകത്ത് ഇട്ടിട്ട് ഞാൻ ഇതുപോലെ അലക്കും, ഒരു കുഴപ്പവും വരത്തില്ല. അങ്ങനെയാണ്. അപ്പൊ ഈ കഴി എടുക്കാനും എളുപ്പം. ഇനിയിപ്പോ വാഷിംഗ് മെഷീനിൽ ഒന്നും ഇട്ട് അലക്കണമെന്നില്ല. പുറമെ കൊണ്ടുപോയി പൈപ്പിന്റെ അടുത്ത് പിടിച്ചിട്ട് ഒരു എന്തെങ്കിലും ചൂലോ എന്തെങ്കിലും കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷും കൊണ്ടോ ഒന്ന് കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ സോപ്പ് സൊല്യൂഷൻ ഇച്ചിരി ഒഴിച്ചിട്ട് കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വെയിലത്തേക്ക് ഇട്ട് നമുക്ക് ഉണങ്ങിയെടുക്കാം. അടിപൊളിയാണ് കൂട്ടുകാരെ. ബാത്റൂമിന്റെ മുമ്പിലാണെങ്കിലും റൂമിന്റെ മുമ്പിലാണെങ്കിലും ഒരു വട്ടം നമ്മൾ ഒരു ഇച്ചിരി പൈസ മുടക്കി. ഇതിന് അധികം പൈസ ഒന്നുമില്ല, വലിയ റേറ്റ് ഒന്നുമില്ല. നമ്മുടെ ഒരു പ്രൊഡക്റ്റുകൾക്കും വലിയ റേറ്റ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് മേടിച്ചിട്ടുവാണെങ്കിൽ എല്ലാ ബാത്റൂമിന്റെ മുമ്പിലും റൂമിന്റെ മുമ്പിലും അടുക്കളയിലും ഒരെണ്ണം ലെന്ത് ഉള്ളതും കൂടി മേടിച്ചിട്ടുവാണെങ്കിൽ സൂപ്പറായിട്ട് വൃത്തിയായിട്ട് നമ്മുടെ വീട് ഇരുന്നോളും. ഇങ്ങനെ ഇവിടുന്ന് ഉള്ള വെള്ളവും ചെളിയും ചവിട്ടി അടുത്ത റൂമിലേക്ക് അവിടുന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ മുഴുവൻ പാട് പിടിച്ച് ചെളി പിടിച്ച് അങ്ങനത്തെ പ്രശ്നേ വരത്തില്ല. അപ്പൊ എന്തായാലും ഇത് മേടിച്ചോളൂ കേട്ടോ.
ഇത് മാത്രമല്ല നമുക്ക് വേറെ കുറച്ച് പുതിയ പുതിയ പ്രൊഡക്റ്റുകളും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ആദ്യം ഞാൻ ഇതിന്റെ ഡിഫറെന്റ് കളർ വന്നത് ഞാൻ ടേബിളിൽ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ ഒന്നും പൊട്ടിച്ചിട്ടില്ല, 100 കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പൊ ബാക്കി ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് എടുക്കാൻ വേണ്ടി ഞാൻ പോയായിരുന്നു ഇന്നലെ. ഇത് കണ്ടോ കൂട്ടുകാരെ, എന്തൊരു ഭംഗിയാന്ന് നോക്കി. ഇത്ര നീളമുണ്ട് കേട്ടോ, നല്ലൊരു 1.5 മീറ്ററോളം നീളമുണ്ട്. അത് ഓരോന്നോരോന്ന് ഞാൻ അങ്ങോട്ടേക്ക് മാറ്റിയിടാം. അപ്പൊ നിങ്ങൾ കളർ കണ്ടോ കേട്ടോ. 100 ഉണ്ട്. ഞാൻ കുറെ ഇങ്ങോട്ട് എടുത്തതാണ് കളർ ഡിഫറെന്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം സെയിം കളറൊക്കെ നിങ്ങൾക്ക് തരാം. ഏകദേശം നിങ്ങളിപ്പോ പറയുന്നത് ചിലപ്പോൾ എക്സാക്ട്ലി മഞ്ഞ തന്നെ തീർന്നു പോയെങ്കിൽ ഞാൻ അടുത്ത കളർ ഇടും. പക്ഷെ എല്ലാ കളറുകളും നല്ല ഭംഗിയുള്ളത് തന്നെയാണ്, കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെ നോക്കി എന്തൊരു ഭംഗിയാന്ന് നോക്കി. ഇത് ഞാൻ വെള്ള കളർ ഒന്നും സെലക്ട് ചെയ്തില്ല കേട്ടോ, പ്യൂർ വെള്ളയായിട്ടുള്ളത്. കാരണം ചെളി പിടിച്ച പെട്ടെന്ന് അറിയില്ലേ. പക്ഷെ ഒരു മണ്ണിന്റെ കളറും ബാക്കിയുള്ള നല്ല ഡാർക്ക് കളറുകളാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കേ. അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് മേടിച്ചോളൂ കേട്ടോ. ഇതിപ്പോ നമ്മൾ എത്ര നാളായി നോക്കിയിരിക്കുന്നു, ഒരു 3 മാസമായി നമ്മൾ നോക്കിയിരിക്കുന്നു. ഒരു വട്ടം വന്നു കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടേ ഇല്ല. അതുകൊണ്ടാണ് എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. എന്ത് രസമായിരിക്കും ബാത്റൂമിന്റെയും കിച്ചണിന്റെയും ഒക്കെ. പിന്നെ വരാന്തയിൽ ഇടാം. ഇപ്പൊ ഇനിയിപ്പോ മഴക്കാലമൊക്കെ വരുമ്പോ നമുക്ക് വരാന്തയിലേക്ക് ഇടാം. ഇത് നല്ല ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡില്. അതുകൊണ്ട് ഇത് തെന്നി പോകത്തില്ല. അതാണ് ഏറ്റവും വലിയ ഗുണം. ഒട്ടും തെന്നി പോകത്തില്ല. അടിപൊളിയാണ് കൂട്ടുകാരെ, അടിപൊളിയാണ്. എന്ത് രസമാന്ന് നോക്കിയേ. ആ കളറ് എനിക്ക് ഒരെണ്ണം എടുക്കണം തോന്നുന്നു. ഈ കളറും എനിക്ക് ഒരെണ്ണം എടുക്കണം തോന്നുന്നുണ്ട്. ഇതിലിപ്പോ പകുതി ഞാൻ തന്നെ എടുത്തു വെക്കും. നോക്കി എന്തൊരു ഭംഗിയാന്ന് നോക്കി. അതുകൊണ്ട് എന്തായാലും ഒന്ന് മേടിച്ചോളൂ കേട്ടോ. നല്ല നീളമുണ്ട്, അത്യാവശ്യം വീതിയുണ്ട്. അങ്ങനെ ഇനി പിന്നെ ഇതിന്റെ ചെറുതുകളാണ് നമുക്ക് റൂമിലും ബാത്റൂമിലും ഒക്കെ വേണമെങ്കിൽ ഇടാവുന്നുള്ള. ഇത് വരാന്തയിലും കിച്ചണിലാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇടാൻ ഏറ്റവും നല്ലത്. പിന്നെ കയറി വരുന്ന ഹാളിലേക്ക് കയറി വരുന്ന അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇടാം. ഇനിയിപ്പോ മഴക്കാലമൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ ആവുന്നതുകൊണ്ട് അങ്ങനെ. ഈ പിങ്കാണ് ഞാൻ ഒരെണ്ണം എടുത്ത് കിച്ചണിൽ ഇപ്പൊ ഇട്ട് നിങ്ങളെ കാണിച്ചു തന്നെ കേട്ടോ. അടിപൊളി അടിപൊളി കളറുകൾ കേട്ടോ. ഇതായിരുന്നു ആദ്യം നമുക്ക് വന്നത്, ഓർക്കുന്നുണ്ടോ? ആ രീതിക്കുള്ളത്. അപ്പൊ അങ്ങനെ നീല എന്ത് രസം നോക്കി. എല്ലാം ഒന്നിനൊന്ന് വെച്ചാ ഇതിന്റെ കുറെ കളറുകൾ വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഉണ്ട്. നമുക്ക് 100 കിട്ടിയിട്ടുണ്ട്. ബാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഏകദേശം ഈ കളറൊക്കെ തന്നെയായിരിക്കും, ഇതേപോലൊക്കെ തന്നെയായിരുന്നു എല്ലാം. പിന്നെ ഞാൻ പ്യൂർ വെള്ള വേണ്ടാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതേപോലത്തെ അവര് വിട്ടിട്ടില്ല. അങ്ങനെയാണ്. ഇത് കണ്ടോ, എല്ലാം അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാ. അപ്പൊ ആവശ്യമുള്ളവര് എത്രയും പെട്ടെന്ന് വാട്സപ്പ് നമ്പറിലേക്ക് പോരേട്ടോ. ഇത് മാത്രമല്ല, നമുക്ക് ഒത്തിരി ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട്. കസ്തൂരി മഞ്ഞള്, ഫേസ് പാക്ക്, അതുപോലെ മില്ലറ്റ്സ്, കറിമഞ്ഞള്, ഗരം മസാല മുതൽ ഇനി എന്തൊക്കെ പ്രൊഡക്റ്റ് ഇല്ലാത്ത ഫ്രോക്ക് നൈറ്റുകള് എല്ലാം ഉണ്ട്. കോട്ടന്റെ ഫ്രോക്ക് നൈറ്റ്. ഇനിയിപ്പോ ഞാൻ ചൂട് കാലമാകുമ്പോ ഒന്നെങ്കിൽ ഇതുപോലത്തെ കോട്ടന്റെ ഡ്രസ്സ് അല്ലെങ്കിൽ ഫ്രോക്ക് നൈറ്റ് ഇത് തന്നെയായിരിക്കും ഇനിയിപ്പോ വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണും കേട്ടോ. കാരണം ചൂട് തുടങ്ങിയിട്ടുണ്ട് പതുക്കെ. മഴക്കാലത്തിന്റെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ അടുത്ത മഴക്കാലം വന്ന വരെ ഇനിയിപ്പോ പുതുമഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ടാവും എന്നാ കൂടി. അപ്പൊ അങ്ങനെ നമുക്ക് ഒത്തിരി ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ ഇന്നലെ മൊത്തം ഞാൻ എന്റെ ബ്യൂട്ടി ഓയിലും അതുപോലെ തന്നെ ബോഡി മോയ്സ്ചറും ലേബൽ ഒട്ടിക്കുന്ന പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതെല്ലാം പാക്ക് ചെയ്ത് ഞാൻ എടുത്തു വെച്ചു. ഇനിയിപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് വാഷ് പൗഡർ തീർന്നായിരുന്നു. നിങ്ങൾക്കറിയാവോ, നമ്മുടെ ഓരോ പ്രൊഡക്റ്റിലും നമ്മൾ എന്തോരം എന്താ പറയാ കെമിക്കൽ ഫ്രീ ആയിട്ട് എന്തോരം നാച്ചുറൽ പ്രൊഡക്റ്റുകൾ ചേർത്ത്. അതുകൊണ്ടാണ് അതിന് അത്രയും ഗുണം. ഏത് ഏജിലും നമുക്ക് ധൈര്യമായിട്ട് യൂസും ചെയ്യാം. അതിൻ്റെതായ പ്രയോജനം നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ കാണിച്ചു തരാം. ഫേസ് വാഷ് പൗഡറിലേക്ക് നമ്മൾ ചേർക്കുന്ന എന്തോ ഒരു പ്രൊഡക്റ്റ് ആണ്. അതിൽ 2 പ്രൊഡക്റ്റ് എനിക്ക് കുറവായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം ഞാനത് മേക്ക് ചെയ്യാതെ കുറെ പേർക്ക് എനിക്ക് അയച്ചു കൊടുക്കാനുണ്ട്. അങ്ങനെ ഒന്നിലും എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ചേർക്കേണ്ട എല്ലാ സാധനങ്ങളും ചേർത്തിട്ട് ആ ഒരു രീതിയിലാണ്. അപ്പൊ നാളെ എനിക്ക് കുറെ എണ്ണം വിടാനുണ്ട്, അതും ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ. അപ്പൊ നാളെ കൊറിയർ വിടണം, ശനിയല്ലേ. അപ്പൊ ഈ വീക്കെൻഡ് ആയല്ലോ. അപ്പൊ എന്തായാലും നാളെ മാക്സിമം കൊറിയർ എനിക്ക് വിടണം. അപ്പൊ അങ്ങനെ എന്നിട്ട് നമ്മള് സൺഡേ നമുക്ക് പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കണം എന്നൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. വേറെ എന്തെങ്കിലും തടസ്സം വരുമോന്ന് അറിയില്ല. ഇപ്പൊ അശുപശി പോകുന്നതുകൊണ്ട് കാറിൽ കറങ്ങി നടക്കാൻ പറ്റുന്നില്ല അധിക സമയം. എനിക്ക് ഓട്ടോ വിളിച്ച് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടി വരും. അപ്പൊ നമ്മൾ പുറമെ പോയി ഫുഡ് കഴിക്കലൊക്കെ നന്നായിട്ട് കുറഞ്ഞു ഔട്ടിങ്. അപ്പൊ അങ്ങനെ അപ്പൊ സൺഡേ മാത്രമേ അവൻ അവധിയുള്ളൂ. അപ്പൊ ഇനിയിപ്പോ ഈ സൺഡേ നോക്കിയിരിക്കുക. കഴിഞ്ഞ 2 സൺഡേയും പോകാൻ പറ്റിയില്ല, ഓരോരോ തടസ്സങ്ങളായി പോയി. അപ്പൊ ഈ സൺഡേ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോമ്പ് കാലമായതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ നോമ്പ് തുറക്കുന്ന അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് നല്ല നല്ല റെസ്റ്റോറന്റുകളിൽ അതൊരു രസമുള്ള പരിപാടിയാണ്. അപ്പൊ അത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ നമ്മള് സൗദിയിൽ നിൽക്കുമ്പോ എല്ലാവരും നോമ്പ് തുറക്കുമ്പോ അത് കണ്ടിട്ടുണ്ട്, നമ്മൾ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അതുപോലെയല്ലോ നമ്മൾ നാട്ടിൽ വന്നിട്ട്. അപ്പൊ നോമ്പ് തുറ വിഭവങ്ങൾ അല്ലെ, അപ്പൊ റമദാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഇങ്ങനത്തെ വിഭവങ്ങൾ അല്ലെ, അത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര കൊതിയാണ്. അപ്പൊ ഇപ്പം 3-4 വലിയ റെസ്റ്റോറന്റിൽ അങ്ങനത്തെ ഇത് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ അശ്വിനോട് പറഞ്ഞു, നമ്മൾ നോമ്പ് തീരുന്നവരെ എല്ലാ സ്ഥലത്തോടെയും പോയിട്ട് അത് വേണം കഴിക്കണം. അപ്പൊ അങ്ങനെ അപ്പൊ സൺഡേ പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ നോക്കാം. ഇത് ഓരോന്ന് ചുരുട്ടി വെക്കണം. അങ്ങനെ അല്ലെങ്കിൽ മടക്കി വീണിട്ട് അങ്ങനെ
അങ്ങനെ ഒന്നും ആയി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ചുരുട്ടി റോൾ ആക്കിയിട്ട് ഇങ്ങനെ പ്ലാസ്റ്റർ ചുറ്റി വെക്കുകയാണ്. അത് എനിക്ക് ഇച്ചിരി സമയം എടുക്കും, അതിപ്പോ പിന്നെ ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ച് പുതിയ പ്രൊഡക്റ്റുകളും കൂടി വന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഈ സംഭവം 2 എണ്ണമാണ് ഓരോ പാക്കറ്റിലുള്ളത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൊത്തി അരിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതിനകത്തേക്ക് ഇട്ട് വെച്ചിട്ട് നല്ല അടപ്പുണ്ട്. അങ്ങനെ ഫുഡ് ഗ്രേഡുമാണ്. ഇതിനകത്തേക്ക് കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പൊ നമ്മൾ കറി വെക്കാൻ വേണ്ടി പ്ലാൻ ഇടുമ്പോൾ തൊട്ട് മുമ്പിൽ എടുത്ത് വെക്കുവാണെങ്കിൽ നന്നായിട്ട് അത് എന്താ പറയാ ഒന്ന് തണുത്ത് കിട്ടും. നമുക്ക് അതിൽ നിന്ന് സ്പൂൺ കൊണ്ടോ കത്തി കൊണ്ടോ എന്തെങ്കിലും കുത്തി എടുത്തിട്ട് നമുക്ക് ഓരോരോ ക്യൂബായിട്ട് കിട്ടും. അത് നമുക്ക് ഇടാം. ഞാനൊരു ലോങ് ടൈം ആയിട്ട് ഈ പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പൊ അരിഞ്ഞോണ്ടിരുന്നാൽ നമ്മുടെ ഒരു പണി നടക്കൂല. അതുകൊണ്ട് ലോങ് ടൈം ആയിട്ട് ഞാൻ സെയിം പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പം ഇഞ്ചി വെളുത്തുള്ളി അത് രണ്ടുമാണല്ലോ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്. അങ്ങനെ അപ്പൊ ഒരെണ്ണത്തിൽ ഇഞ്ചി ആണെങ്കിൽ മഞ്ഞ കളറ്, ഇതിനകത്തേക്കും വെളുത്തുള്ളി ആണെങ്കിൽ ഈ ചോപ്പിലേക്ക് അങ്ങനെ മേടിക്കാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ 2 മഞ്ഞ മേടിക്കാം, 2 ചുവപ്പ് മേടിക്കാം, എങ്ങനെ വേണേലും മേടിക്കാം. ആ രീതിക്ക് നമ്മൾ അരിഞ്ഞങ്ങ് എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടിരുന്നോളൂ. എന്തായാലും നിങ്ങൾ ഇത് ഓരോ പാക്കറ്റ് മേടിച്ചോളൂ. അത്ര ഉപകാരമാണ്. ഫുഡ് ഗ്രേഡുമാണ് കേട്ടോ. അപ്പൊ അതൊരെണ്ണം. പിന്നെ ഈ ആന്റി സ്ലിപ്പ് മാറ്റ് ആണ്, മൈക്രോ ഫൈബർ തന്നെ ഇത്. എന്റെ അമ്മ ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നുണ്ട്. ഫ്രിഡ്ജ് എന്ത് വൃത്തിയായിട്ട് ഇരിക്കുന്നതെന്നറിയോ. നമുക്ക് ആവശ്യമുള്ളപ്പോ അത് എടുത്തൊന്ന് കഴുകി വീണ്ടും തിരിച്ചെടുത്ത് വെക്കാം. ആ രീതിക്ക് അപ്പം കറിയുടെയോ അല്ലെങ്കിൽ പൊടികളോ ഒന്നും നമ്മൾ വെക്കുന്ന വെജിറ്റബിളിന്റെ ഒന്നും അവശിഷ്ടങ്ങളോ ഒന്നും ഫ്രിഡ്ജിലായി കറിയായിട്ട് ചിലയായിട്ടിരിക്കില്ല. എവിടെയൊക്കെ വേണേ നമുക്ക് ഇത് വെക്കാം, കബോർഡുകളിലും അല്ലാതെ എവിടെ വേണേ നമുക്ക് ഇത് മുറിച്ചിട്ട് ആവശ്യത്തിന് മുറിച്ചിട്ട് വെക്കാം. അപ്പൊ ഇതിന്റെ വലുതും വന്നിട്ടുണ്ട്, ഇതിന്റെ ചെറുത് ഇത്രയുള്ളത് അതും വന്നിട്ടുണ്ട്, ഇത് വലുതും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ രണ്ടും ഞാൻ നമ്മുടെ കാറ്റലോഗിലേക്ക് ഇടുന്നുണ്ട്. ആവശ്യമുള്ളത് മേടിച്ചോളൂ കേട്ടോ. ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ളത് കൊണ്ട് അല്ലാത്തതുകൊണ്ട് കേട്ടോ. ആ രീതിക്ക്. പിന്നെ എന്റെ കൂട്ടുകാരെ നമ്മുടെ ഏപ്രിൽ അടിപൊളിയായിട്ട് പുതിയ കുറെ കളക്ഷൻ വന്നിട്ടുണ്ട്. പുതിയ കുറെ കളറുകളും കേട്ടോ. എല്ലാത്തിനും ഒരു 2 പോക്കറ്റും ഉണ്ട്. നല്ല ജീൻസിന്റെ കട്ടിയുള്ള തുണിയുമാണ്. അടിപൊളിയാണ് കൂട്ടുകാരി, അടിപൊളിയാണ്. ഞാനൊന്ന് ഇട്ട് കാണിക്കാവേ. ഇതൊക്കെ മേടിച്ചില്ലേ വൻ നഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ റയർ ആയിട്ട് കിട്ടുന്ന, എപ്പോഴും ഇങ്ങനെ കിട്ടിക്കോണമെന്നില്ല. വള്ളിയുണ്ട്, പോക്കറ്റും ഉണ്ട്. ഒത്തിരി ഇതിന്റെ വെറൈറ്റി ഐറ്റംസ് കുറെ കളറുകൾ വന്നിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതാ ഇതിന്റെ പിങ്ക് വന്നിട്ടുണ്ട്. എല്ലാത്തിനും പോക്കറ്റും കൊടുത്തിട്ടുണ്ട്, നല്ല വള്ളികളും കൊടുത്തിട്ടുണ്ട്. മഞ്ഞ കളർ വന്നിട്ടുണ്ട്. പിന്നെ വേറെ ഒരു ഇച്ചിരിയും കൂടി ഒരു ചാണകപ്പച്ച കളർ എന്ന് പറയാം. എല്ലാം നല്ല കട്ടിയുള്ള അടിപൊളി പോക്കറ്റുമായിട്ട് ആ രീതിക്ക്. പിന്നെ പ്യൂർ വെള്ള ഞാൻ അധികം സെലക്ട് ചെയ്തിട്ടില്ല. എന്നാലും ചിലവർക്കൊക്കെ ഉണ്ടാവുമല്ലോ കുറച്ച് ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നല്ല വൃത്തിക്ക് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനത്തെ ഓഫ് കളറുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ പ്രൊഡക്റ്റുകൾ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട്, ഓർണമെന്റ്സ് ഉണ്ട്. ഇതൊക്കെ നോക്കി ഈ ജിമിക്ക് കമ്മലൊക്കെ എന്തൊരു ഭംഗിയുള്ള കമ്മലുകളാണെന്നറിയോ. നല്ല നല്ല ആഭരണങ്ങള്. ഇപ്പൊ ഈ ഡ്രസ്സിന് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര കൊതി തോന്നിയിട്ട് ജിമിക്ക് കമ്മൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ സെയിലിൽ ഇട്ടിട്ടുള്ള കമ്മലുകളാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള നല്ല ആന്റി കളക്ഷൻ നമുക്കുണ്ട്. മെറ്റലുകള്, ആന്റി കളക്ഷൻസ്, നല്ല എന്താ സ്റ്റോണിന്റെ അങ്ങനെ അടിപൊളിയായിട്ടുള്ള. പിന്നെ പേൾ ടൈപ്പ്, അതൊക്കെയാണ് നമ്മുടെ ഓർണമെന്റ്സ് എന്ന് പറയുന്നത്. അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയുള്ള നോക്കി നിന്ന് പോകുന്ന ടൈപ്പുകളാണ് നമ്മൾ സെയിലിനിട്ടേക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും അതൊക്കെ ഒന്ന് നോക്കിക്കോളൂ. കാറ്റലോഗിൽ കയറി. പിന്നെ അല്ലാത്ത നമ്മുടെ കുറെ പുതിയ പ്രൊഡക്റ്റുകളുണ്ട്, വന്ന് നോക്കിക്കോളൂ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ദോശ ഉണ്ടാക്കാൻ പോവാം. ഇതാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന വയനാട് ഗീയുടെ 1/2 ലിറ്ററിന്റെ ബോട്ടിൽ കേട്ടോ. എല്ലാവരും മേടിക്കുന്നുണ്ട്. അത്രയും നല്ലതാണ്. അപ്പൊ ഗീ തേച്ചിട്ടാണ് നമ്മൾ മില്ലറ്റ് ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ. മില്ലറ്റും അതുപോലെ ഭയങ്കര പ്രയോജനങ്ങളാണ്. ഇന്നലെ അപ്പച്ചനും അമ്മച്ചൊക്കെ പോയപ്പോ ഞാൻ അവർക്ക് കുറെ കൊടുത്തു വിട്ടു കേട്ടോ. എപ്പോഴും അങ്ങനെ നമുക്കിപ്പോ പ്രമേഹം വരാതിരിക്കാനും ശരീരത്തിന് എനർജിയും പ്രതിരോധ ശേഷിയൊക്കെ കൂടാനും 5 തരം ധാന്യങ്ങളാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഗോതമ്പോ അരിയോ പിന്നെ മൈദയോ ഒന്നും അല്ലാതെ, അങ്ങനത്തെ അല്ലാതെ വിറ്റാമിനും മിനറലും ഒക്കെയുള്ള നമ്മളിപ്പം പറയില്ലേ കരിഞ്ജീരകം, ജീരകം, അതൊക്കെ വേറെ ഒരു ടൈപ്പ് സാധനങ്ങളല്ലേ. അതേപോലെയുള്ള 5 തരം ധാന്യങ്ങളാണ് ഈ പറയുന്ന മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അതില് 5 ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഏറ്റവും നല്ല പ്രയോജനമുള്ള 5 തരം ധാന്യങ്ങളുടെ ഒരു 1 kg ആണ് നമ്മൾ സെയിൽ ചെയ്യുന്ന മില്ലറ്റ്സ്. അപ്പൊ അതിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചരിയോ അല്ലെങ്കിൽ ഉഴുന്നോ ഉലുവയോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കാം, ഉപ്പുമാവ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചോറുണ്ടാക്കാം. എന്ത് വേണോ നമുക്ക്, ചോറ് മീൻസ് കഞ്ഞി അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. എന്ത് വേണോ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ആ രീതി ഞാൻ എപ്പോഴും ദോശയാണ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ അരച്ചു വെക്കും. വെള്ളത്തിൽ കുതിർക്കണം എന്തായാലും 3-4 മണിക്കൂർ. എന്നിട്ട് ബാക്കിയെല്ലാം പിന്നെ അപ്പത്തിനോ ദോശയ്ക്കോ അരച്ചു വെക്കുന്ന അതേ രീതിയിൽ അരച്ചു വെക്കും. വേണമെങ്കിൽ തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ട് അരച്ചു വെക്കാം. ജീരകം ഒക്കെ ചേർക്കാം. ആ രീതിക്കാണ്. ഞാനിപ്പോ തേങ്ങ ചേർത്തിട്ടില്ല, ബാക്കിയെല്ലാം ചേർത്ത് ചെറിയുള്ളിയും ജീരകവും ഒക്കെ ചേർത്തിട്ട് ഉഴുന്നൊക്കെ ചേർത്തിട്ട് അരച്ചു വെച്ചേക്കുന്നതാണ്. ചോറും ചേർക്കും കുറച്ച്. അതായത് ദോശ അപ്പത്തിനും അരച്ചു വെക്കുന്ന എല്ലാ രീതിയും അങ്ങനെ. എന്നിട്ട് പിറ്റേ ദിവസം അത്ര നന്നായിട്ട് പുളിച്ച് കിട്ടിയില്ല കേട്ടോ. അപ്പച്ചനും അമ്മച്ചി ഇന്നലെ ഉണ്ടായിരുന്നു, അവർക്കും കൂടി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയത്. അങ്ങനെയാണല്ലോ നമുക്ക് ആരെങ്കിലും വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി അന്നൊന്നും ശരിയാവില്ല. അങ്ങനെയാണ്, നന്നായിട്ട് പുളിച്ചിട്ടില്ല. ചൂടുവെള്ളമൊക്കെ വെച്ചിരുന്നു. ഇച്ചിരി തണുപ്പുണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ, അതുകൊണ്ടായിരിക്കും എന്തോ പുളിച്ചിട്ടില്ല.
അങ്ങനെ എന്തായാലും അത് ഉണ്ടാക്കി. ഇപ്പൊ പുളിച്ചില്ലെങ്കിൽ നമുക്ക് 2 മണിക്കൂർ കഴിയുമ്പോൾ അത് അരച്ച് വെച്ചാൽ നമുക്ക് ദോശയായിട്ട് ചുട്ടെടുക്കാം. അങ്ങനെയാണ് അത് ഉണ്ടാക്കി. അപ്പൊ അതിന്റെ ബാലൻസ് ഉണ്ട്. നമുക്ക് ഞാൻ അരച്ചു വെക്കുമ്പോൾ 2-3 ദിവസത്തേനുള്ളത് അരച്ചു വെക്കും കേട്ടോ. അങ്ങനെയാണേ. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ അവർക്ക് ഉണ്ടാക്കിയ ചട്നീന്റെ ബാലൻസ് ഉണ്ട്, അത് കുറച്ചധികം ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ അതുണ്ട്. അപ്പൊ അതും നമുക്ക് കൂട്ടാം. പിന്നെ അവര് കൊണ്ടുവന്ന പയറിന്റെ ബാക്കിയുണ്ട്, അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം. ഈ പോലത്തെ ചകിരി കൊണ്ടാണ് ഞാൻ എപ്പോഴും പിന്നെ എണ്ണയൊക്കെ തേക്കുന്നത്. എണ്ണയാണേലും ഗീ ആണേലും ഒക്കെ തേക്കുന്നത്. ഒത്തിരി ഉപകാരമാണ്, നല്ല സാധനമായിട്ട് ഇങ്ങനത്തെ ചകിരിയെ. ഇച്ചിരി വലിയ തവിയായിരുന്നു, അപ്പോൾ ഒരു ദോശ മതി. മില്ലറ്റ് ദോശ ആയതുകൊണ്ട് കുറച്ചൊരു മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വെന്ത് കിട്ടണം കേട്ടോ. ആ രീതിയിലാണ് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വെന്തെടുക്കാം. എന്നിട്ട് ഒന്നുമില്ലാതെ വെറും ചായക്ക് നമുക്ക് കഴിക്കാൻ പറ്റും, ഈ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കറികളുടെ കൂടെ എങ്ങനെ വേണേ നമുക്ക് കഴിക്കാം. 2 എണ്ണമൊക്കെ ഞാൻ എല്ലാ ദിവസവും കഴിക്കാറുണ്ട്. ഇപ്പൊ ഇന്ന് എനിക്ക് ഒരെണ്ണം മതി, അത് വലിയ തവിയായിരുന്നു. അപ്പൊ അത് ഇതുപോലത്തെ മരത്തിന്റെ തവി, നല്ല ടൈപ്പ് തവികൾ നമ്മൾ സെയിലുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ വാട്സപ്പിൽ പോരെ കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പൊ രാവിലെ ചായ വെക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇച്ചിരി കൂടുതൽ വെക്കുവേ. അപ്പൊ ഒരു 10-11 മണിയാകുമ്പോൾ നമുക്ക് ഈ ജോലിയൊക്കെ ചെയ്ത് നടക്കുമ്പോൾ നമുക്ക് ഒരു സ്ട്രെസ് റിലീസ് എന്ന് പറയുന്നത് ചായ കുടിക്കലാണ് എന്നെ സംബന്ധിച്ച്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം വെക്കും, അതങ്ങ് മൂടി വെക്കും. അതൊന്നുകൂടെ ചൂടാക്കാം. അങ്ങനെ ചൂടാക്കി വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാൽ പോലും. അപ്പൊ അതും കൂടി ബാലൻസ് ഉണ്ട്. അപ്പൊ ആ ചായയും വെക്കാം, പിന്നെ വേറെ സെപ്പറേറ്റ് വെക്കണ്ടല്ലോ. അങ്ങനെ പിന്നെ നമുക്ക് ദോശയും കഴിച്ചിട്ട് നമുക്ക് മിച്ചടിക്കാൻ പോകാം. രാവിലെ എണീറ്റിട്ട് ഇതിലെപ്പോഴും തകർത്തോട്ടം പറഞ്ഞു കേട്ടോ. 2-3 പ്രാവശ്യം സോപ്പ് അടിച്ച് എന്റെ ഫുഡ് മേടിച്ചു തന്ന് വീടിന്റെ വിഷ്ണു ലോകം പോലെ കിടന്ന് ഉറങ്ങണയാണേ. ഇത് വൈകുന്നേരത്തെ ഞാൻ തോരൻ വെക്കാൻ വേണ്ടി പച്ചച്ചീര അതൊന്ന് കഴുകി വെള്ളം പോകാൻ വേണ്ടി എടുത്തു വെച്ചേക്കുന്നത്. വെള്ളമൊക്കെ പോയി വൈകുന്നേരം ആയിരുന്നു നമുക്ക് തോരൻ വെക്കണം. ഇത് പിന്നെ ഞാൻ മിക്ക ദിവസവും ഇതുപോലെ നമ്മുടെ നട്ട്സുകളെല്ലാം വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വെക്കും. പിറ്റേ ദിവസത്തേന് ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറിന്റെ ഒക്കെ കൂടെ ഞാൻ ഇതുപോലെ നട്ട്സുകൾ കഴിക്കാറുണ്ട്. എല്ലാ നട്ട്സും ഉണ്ട്. ഇത് എല്ലാ നട്ട്സും ഉണ്ട്. ബദാം എല്ലാം ഉണ്ട്. മത്തക്കുരു, അതുപോലെ തണ്ണിമത്തന്റെ കുരു, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ നട്ട്സുകളും ഉണ്ട്. ചായ ഇങ്ങനെ എടുക്കാം. ഇന്നത്തെ 2ാമത്തെ ഗ്ലാസ് ചായയാണ് ഇത് കുടിക്കണേ. ഇനി വൈകുന്നേരം ഒരു ചായയും കൂടി കുടിക്കും. അങ്ങനെ 3 ചായ ഞാൻ കുടിക്കും ഒരു ദിവസം. ഒരിക്കലും അങ്ങനെ കുടിക്കാൻ പാടില്ലാത്ത, പക്ഷെ ഞാൻ ചായ അഡിക്റ്റ്, എന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് ഇച്ചിരി ചട്നിയും കൂടി എടുക്കാം. ഇതൊന്ന് എടുത്തേക്കാം, അല്ലെ മൊത്തം വെക്കണ്ട. ഇത് എനിക്ക് വൈകുന്നേരം അശ്വച്ച് വരുമ്പോഴത്തേക്ക് ബജി ഉണ്ടാക്കാനാണ്. ഇന്നാൾ കുറച്ചുണ്ടാക്കി, ബാക്കി പഴുത്ത് പോകും പോലെ. അപ്പൊ ഇന്നുണ്ടാക്കണം. അപ്പൊ നമ്മുടെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് മില്ലറ്റ് ദോശയും ചട്നിയും കുറച്ച് നട്ട്സും ചായയും. ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൈൻഡ് റിലാക്സിങ് ഡേ ആണ് കേട്ടോ. ഒത്തിരി ജോലികളൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ നാളെ കൊറിയർ വിടണം, അതിനുള്ള സ്ലിപ്പ് ഒക്കെ എടുക്കണം, അതൊക്കെ ഉള്ളൂ. പിന്നെ ഒന്ന് ഓവറോൾ ക്ലീൻ ചെയ്യണം, മിറ്റമൊക്കെ അടിക്കണം. അങ്ങനെ കറികളൊക്കെ ഇരിപ്പുണ്ട്. ആ ഒരു രീതി തന്നെ സമാധാനമുണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞൾ റൂമിൽ കുറെ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. അങ്ങനെയൊക്കെയാണ് ഒരു മൈൻഡ് റിലാക്സിങ് ഡേ ആണ് കേട്ടോ. പാട്ടൊക്കെ കേട്ട് എന്തെങ്കിലും വീഡിയോസ് ഒക്കെ കണ്ട് സമാധാനത്തോടെ. പിന്നെ വേറെ ഒരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് കൊറിയൻ ഡ്രാമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇന്നലെ അവൻ പേ ചെയ്തിട്ട് അങ്ങനെ ഒരു TV അതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കൊറിയൻ ഡ്രാമാസ് നമുക്കിനി അങ്ങനെ കാണാം. അപ്പൊ ഇന്നലെ ഞാൻ ഒരെണ്ണം കണ്ടു തുടങ്ങി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ കൊറിയൻ ഡ്രാമ കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ ജോലിയും മാറ്റി വെച്ച് നമുക്ക്, അല്ലെങ്കിൽ ജോലികളൊക്കെ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് ജോലി മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പൊ ജോലികളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലാണ്. അത് കഴിഞ്ഞിട്ട് ഇനി അതിന്റെ ബാക്കി എപ്പിസോഡ് കാണാം. ഒരെണ്ണം തന്നെ 70-80 എപ്പിസോഡ് അങ്ങനെയൊക്കെ ഉണ്ടാവേ. കുറെ എപ്പിസോഡ് വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത്രയും രസമാണ്. അവരെ കാണാനും നല്ല ഭംഗി. പിന്നെ അവരുടെ ലവും ലൈഫും ഒക്കെ ഭയങ്കര രസമാണ്, വെറൈറ്റിയാണ്. അപ്പൊ ഞാനിപ്പോൾ റൊമാൻറ്റിക് അങ്ങനത്തെ അതേ എടുക്കുള്ളൂ. അത് കാണാൻ എനിക്കിഷ്ടം. ഭയങ്കര ഇങ്ങനെ ഈ വെട്ടും കുത്തും അങ്ങനത്തെ ക്രൈം അത് ഇഷ്ടംപോലെ ഉണ്ട്, ഞാൻ കാണാറില്ല. അങ്ങനെ എനിക്കിഷ്ടം ഇങ്ങനത്തെ പിന്നെ കോമഡി റൊമാൻറ്റിക് ഡ്രാമകൾ കേട്ടോ. അത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. 2 എപ്പിസോഡ് കണ്ടു. അപ്പൊ അതിന്റെ ബാക്കി കാണാൻ ഭയങ്കര ത്രില്ലാണ്. അങ്ങനെ അപ്പൊ ഇതൊക്കെ കഴിച്ച് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ പോയിരുന്ന കുറേ നേരം ബെഡ്റൂമിൽ ഇരുന്ന് അതൊക്കെ കാണും. അതിന്റെ ഇടയ്ക്ക് ബാക്കിയുള്ള ജോലികൾ ചെയ്യും. അങ്ങനെയൊക്കെയാണ്. പിന്നെ രാത്രി കുറേ നേരം ഇരുന്ന് കണ്ടിട്ടേ കിടക്കുള്ളൂ കേട്ടോ. ഭയങ്കര രസമാണ്. പണികളൊക്കെ തീർത്തിട്ട് വേഗം പണികളൊക്കെ തീർക്കാൻ ഭയങ്കര ഉത്സാഹമാണ്. അത് കഴിഞ്ഞിട്ട് ബെഡേല് കാലൊക്കെ നീട്ടി നിവർത്തി ഇരുന്നിട്ട് കൊറിയൻ ഡ്രാമ കാണാലോ എന്നുള്ളൊരു ഭയങ്കര സന്തോഷം കിടപ്പുണ്ട്. അങ്ങനെയൊക്കെ. അപ്പൊ ഇനിയിപ്പോ കഴിച്ചിട്ട് നമുക്ക് വിറ്റടിക്കാൻ പോവാം. സൂപ്പറാണ് കൂട്ടുകാരെ, സൂപ്പറാണ്. എന്ത് രുചിയാണെന്നറിയാം മില്ലറ്റ് ദോശയ്ക്ക്.
എന്തൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണെന്നറിയോ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നെങ്കിൽ. കോക്കനട്ട് വയറിന് നല്ലതാ. അല്ല നമ്മൾ കുറച്ച് ഇഞ്ചിയൊക്കെ ഇടുമല്ലോ, അത് ഒത്തിരി നല്ല കറിവേപ്പിലൊക്കെ ഇട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ വയറ് ബ്ലോട്ടിങ്ങും ഗ്യാസ് ഫോർമേഷനും ഒന്നും ഇല്ലാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ മില്ലറ്റ്സ്, ധാന്യങ്ങൾ അത്ര നല്ലതാണ്. നട്ട്സ്, ഇങ്ങനെയൊക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ എപ്പോഴും കഴിക്കേണ്ടത്. പിന്നെ ഇടയ്ക്ക് നമുക്ക് പുറത്തു പോയി നമ്മുടെ കൊതിമാറെ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല, മനുഷ്യരല്ലേ. ഈ വീഡിയോ എടുത്തോണ്ടിരുന്ന മുഴുവൻ സമയം ഇതാ കൂട്ടി കിടന്നിട്ട് കരച്ചിലായിരുന്നു കേട്ടോ. എനിക്ക് പറയണേ വീഡിയോ എടുക്കാൻ എന്ന് പറഞ്ഞ് എന്തിനാണെന്നറിയാം, എല്ലാ കമ്മലും കൊത്തണം, എല്ലാ സാധനവും കൊത്തണം, മൈക്കും കൊത്തണം അതിന് വേണ്ടിട്ട് കേട്ടോ. ഇനിയിപ്പോ എന്റെ പൊന്നിന് ഉറങ്ങാനുള്ള സമയമായി, ഏകദേശം വൈകുന്നേരം ഒക്കെ സമയമായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതാ കൂട്ടിലിരുന്ന് ഭക്ഷണം എല്ലാം കഴിച്ചു, വെള്ളമൊക്കെ കുടിച്ചു. ഇനി അതിന് ഉറങ്ങണം, അതിനുള്ള സിഗ്നലാണ് ഈ തരുന്നത്. നമ്മുടെ അടുത്ത് ചാരി കിടക്കും, മറിഞ്ഞു കിടക്കും, തിരിഞ്ഞു കിടക്കും, ഇതൊക്കെ ഇനിയിപ്പോ എനിക്ക് ഉറങ്ങാൻ സമയമായി എന്ന് കാണിക്കാനാണ്. 5 മണി എന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ ഇപ്പൊ സമയത്ത് 4:45 കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും കുഞ്ഞു പിള്ളേരെ പോലെയാ കാണിക്കുന്നുണ്ടോ. ഇനി ഉറങ്ങാൻ സമയമായി എന്നുള്ള സിഗ്നലുകളാണ് തരുന്നത്. അപ്പൊ ഇനിയിപ്പോ ഇതിനെ കൊണ്ടുപോയിട്ട് ഞാൻ ഇനിയിപ്പോ ഇച്ചിരി വെള്ളത്തോടെ ഞാൻ കിച്ചണിൽ കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് വേഗം കൊണ്ടുപോയിട്ട് കണ്ടോ പാവം എന്റെ കുഞ്ഞിന് ഉറങ്ങാൻ സമയമായി. അതിന് വേണ്ടിയിട്ട് ഈ കുഞ്ഞു പിള്ളേരൊക്കെ ഉറങ്ങാനാവുമ്പോ കിടന്ന് കാണിക്കത്തില്ലേ, അതുപോലത്തെ കാണിക്കലാണ്. ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ തൊപ്പി. ഇതിന്റെ കൂട് ഈ ഇങ്ങനെ കാണിച്ചാൽ മതി, ഇതിനകത്തോട്ട് വേഗം കയറി ഇരുന്ന് വന്നോളും. പക്ഷെ ലൈറ്റ് ഉള്ളപ്പോ അതിന് കൺഫ്യൂഷനാ. അപ്പൊ റൂമിൽ കൊണ്ടുപോയിട്ട് ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഒട്ടനെ ഇതിനകത്ത് കയറി ഇരുന്നോളും. പിന്നെ ഇതിനെ പൊതിഞ്ഞ് അവിടെ ഞാനൊരു കൂട്ടിനകത്ത് എടുത്തു വെക്കും. പിന്നെ നേരെ വെളുക്കുന്നവരെ കിടന്നുറങ്ങിക്കോളും. അപ്പൊ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറ. ഞങ്ങൾ ഉങ്ങാൻ പോവാന്ന് പറ, നാളെ കാണാന്ന് പറ, ഉങ്ങാൻ പോവാന്ന് പറ, ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ് പറഞ്ഞേരെ, ഉങ്ങാൻ പോവാന്ന് പറ. എല്ലാരോടും ഗുഡ് നൈറ്റ് പറ. ഞങ്ങൾ ഉങ്ങാൻ പോവാന്ന് പറ. നീ നാളെ കാണാവേന്ന് പറ. ഉങ്ങാൻ പോവാ, കൊച്ചൊങ്ങാൻ പോവാന്ന് പറ. 5 മണിയായി, ഹെൽത്ത് കോൺഷ്യസ് ആണ്, ഉങ്ങാൻ പോവാന്ന് പറ. ഒക്കം വരുവാന്ന് പറ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. വൈകുന്നേരത്തെ ജോലികളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഡിന്നറിനുള്ള സാധനങ്ങളൊക്കെ പുറത്തൊക്കെ എടുത്തു വെക്കും. ഒരു ചമ്മന്തി അരയ്ക്കണം, പിന്നെ മോരുകറി ഉണ്ട്, അതെല്ലാം ചൂടാക്കാൻ വെക്കണം. അത് നമ്മൾ മിറ്റമൊക്കെ അടിച്ചിട്ട് കുളിക്കാൻ പോകുന്നതിന് മുമ്പ് കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ നിന്നുള്ള കറികളൊക്കെ ഇങ്ങോട്ട് എടുത്തു വെക്കുക. ഇത് അശ്വിന്റെ അച്ഛമ്മ കൊടുത്തു വിട്ടതാണേ. നല്ല ആത്തച്ചക്ക എന്ന് പറയും ഞങ്ങള്, നല്ല മധുരമാണ്. ഇവിടെ അവരുടെ പറമ്പിൽ ആദ്യം ഉണ്ടായതാണ്. അങ്ങനെ പിന്നെ ഞാൻ നേരെ മുറ്റത്തോട്ട് ഇറങ്ങി എല്ലാം മിറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി, കുറച്ച് ചെടികളൊക്കെ നനയ്ക്കാനുള്ള ഒക്കെ ചെടികളൊക്കെ നനച്ചു. അങ്ങനെ പിന്നെ വൈകുന്നേരത്തെ ഒരു ഇള വെയിലൊക്കെ നമുക്കൊന്ന് കൊള്ളാം, ആ ഒരു രീതിയിൽ. അപ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും എന്റെ റുട്ടീൻ കേട്ടോ. ഉച്ച കഴിഞ്ഞൊരു 4 മണി 4:30 ആകുമ്പോൾ മുതലേ ഞാൻ എന്റെ നൈറ്റ് കിടക്കുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങും കേട്ടോ. ആ കൂടെ ഞാൻ അരി അടുപ്പത്തിടണമെങ്കിൽ അത് ഇട്ടിട്ടിങ് പോരും. അപ്പൊ തിളച്ച് വെന്തിരുന്നോളുമല്ലോ. ആ രീതിയിലേക്ക് ബാക്കി മിറ്റം എല്ലാം അടിച്ച് എല്ലാം ഒന്ന് വൃത്തിയാക്കി പിന്നെ കുറച്ചു നേരം പ്രകൃതിയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് കുറച്ചു നേരം മിറ്റത്തോടെയൊക്കെ നടന്നിട്ട് ഞാൻ നേരെ കയറി പോകും കേട്ടോ. പിന്നെ അകത്തെല്ലാം അടിച്ചു വരാനുണ്ട്. അത് കുളിക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും ഹാളും റൂമുകളും ഒക്കെ അടിച്ചു വാരി ഒന്ന് തുടയ്ക്കാൻ പറ്റുമെങ്കിൽ തുടച്ചിട്ട് ആ ഒരു രീതിയിലൊക്കെ ആ കൂടെ ഞാൻ ഡിന്നറിലുള്ള പ്രിപ്പറേഷൻ തുടങ്ങും. അപ്പൊ ശരി കൂട്ടുകാരെ, എനിക്കൊരു ലൈക്ക് വേണം, കമന്റ് വേണം, ഒരു ഹൈ എങ്കിലും എനിക്ക് കമന്റ് ഇടണേ. പിന്നെ ഷെയർ കൂടി ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ ശരി, വാട്സ്ആപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ വേണമെങ്കിൽ മൈക്രോഫൈബറും അതുപോലെ ഏപ്രണൊക്കെ വേണമെങ്കിൽ വേഗം വരും. അത് മാത്രമല്ല ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ എല്ലാം ഒന്ന് കണ്ടു കേട്ട് പോകാം. വാട്സ്ആപ്പ് നമ്പറിലേക്ക് വരൂ കേട്ടോ. അതിലെ കാറ്റലോഗ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി, ഹായ് എന്നൊരു മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ ശരി, ഇത് നമ്മുടെ താമരപ്പൂ വിരിഞ്ഞേക്കുന്നതാണ് കേട്ടോ. 2-3 ഇപ്പൊ വിരിഞ്ഞ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കുറച്ച് ദിവസം നിൽക്കും. എനിക്ക് തോന്നുന്നു ഇത് ദശപുഷ്പം എന്നൊക്കെ പറയുന്നത് അത് 1000 ഇതളുള്ള അതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അത്രമാത്രം ഇതുണ്ട്. ഇനി ആരോടെങ്കിലും ഇത് ചോദിക്കണം. എന്തായാലും നല്ല ഭംഗിയാണ്. പക്ഷെ ആമ്പൽപ്പൂ പോലെ അങ്ങനെ ഒരു കട്ടിയൊന്നും തോന്നുന്നില്ല ഇതളുകൾക്ക്. ഒരു കടലാസെ പിടിക്കുമ്പോഴത്തെ ഒരു ഫീൽ. എങ്ങനെ തന്നെയാണോ താമരപ്പൂ എന്ന് എനിക്ക് സംശയമുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ താമരപ്പൂ ഉണ്ടായി കിട്ടുന്നത്, അതും ഇത്രയും ഇതളുള്ളത്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരൊക്കെ എന്ന് പറയണേ. എന്തായാലും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ താമരപ്പൂവിൽ കളറുകൾ വ്യത്യാസമുള്ളതുണ്ടെന്ന് തോന്നുന്നു അല്ലെ, വെള്ളയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. എന്തായാലും ഭയങ്കര ഭംഗിയാണ്. പച്ചപ്പ് കാണുന്നതേ രസമല്ലേ. അതിന്റെ കൂടെ ഇങ്ങനെ ഏത് കളറിൽ പൂക്കൾ വിരിഞ്ഞാലും നല്ല രസമല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പൊ ഞാൻ കയറി പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരുപാട് കറികളെല്ലാം ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഓക്കെ, അങ്ങനെ സമാധാനത്തോടെ ഇനിയിപ്പം അടിച്ചുവാരി കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് സീരിയലൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങും. അപ്പൊ ശരി കൂട്ടുകാരെ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.